Harikrishnans 2. ദൃശ്യം 3 വേണ്ടേ? വേണ്ടേ? Harikrishnans with Lal sir and Mamuka. Ayyo, I wanted to do that so much. അവരുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ, അയ്യോ, I felt so bad not doing that movie. ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജ് കണ്ടിട്ടേ ഇല്ല, പോയിട്ടേ ഇല്ല. Actually, they only talk about Lal sir. ഞാൻ വരുമ്പോൾ എല്ലാവരും ലാലേട്ടനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ട്. ബട്ട് ദുൽഖർ, നിവിൻ പോളി, ടൊവിനോ തോമസ്, പ്രിന്റ് മീഡിയ, സോഷ്യൽ മീഡിയ, അങ്ങനെ പല പേരും എല്ലാവരും ഒന്നിച്ചു വരും. അതെ, ഒരു വലിയ ക്രൗഡായി പോയി, വലിയ ക്രൗഡ്. അതെന്റെ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ഫ്രം മൂവീസ് ടു പോളിറ്റിക്സ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ ലേഡി ആക്ടർ എന്ന് തന്നെ ഞാൻ പറയും. മീന, നമസ്കാരം. നമസ്കാരം. എങ്ങനെ ഇരിക്കുന്നു? സുഖമാണോ? സുഖമാണ്. കുറേ ആയി കണ്ടിട്ട്. അതെ. കോവിഡ് സമയത്തൊക്കെ സൂമിലൊക്കെയാണ് ഞാൻ ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത്. ദൃശ്യം സമയത്ത് നേരിട്ട് ഇന്റർവ്യൂസ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു പുതിയ സിനിമ അല്ലേ? ആനന്ദപുരം ഡയറീസ്. എന്താണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് മാഡം? ഈ സിനിമ ഇറ്റ്സ് എ കംപ്ലീറ്റ് എൻ്റർടൈൻ. ഇതിലെല്ലാം ഉണ്ട്. ഒരു സോഷ്യൽ കോസ്, സോഷ്യൽ മെസ്സേജോടൊപ്പം ഒരു കോളേജ് റൊമാൻസ് ആൻഡ് ഐ വുഡ് സേ ഇറ്റ്സ് എ പ്രോപ്പർ എൻ്റർടൈനർ. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ എല്ലാം ഉണ്ട് അതിനകത്ത്. എല്ലാം ഉണ്ട്. ക്യാമ്പസ് ജീവിതം ഒക്കെ കാണുന്നുണ്ട് മാഡം. ക്യാമ്പസിലുള്ള കാര്യങ്ങൾ അപ്പം ഒന്ന് റീവൈൻഡ് നോക്കിയാൽ കോളേജ് ജീവിതം എങ്ങനെ തിരിച്ച് കാണും? ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജ് കണ്ടിട്ടേ ഇല്ല, പോയിട്ടേ ഇല്ല. ഞാൻ സ്കൂൾ കൂടി ഐ ഡിഡ്ന്റ് ഫിനിഷ് ഇറ്റ്. 8th തന്നെ ഐ ഹാഡ് ടു ടേക്ക് എ TC ആൻഡ് ജോയിൻ ഫിലിംസ്. സോ അതോട് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ അബൌട്ട് കോളേജ് ലൈഫ് അറ്റ് ഓൾ. എനിക്ക് ഇതുവരെ ഏത് സിനിമയിലും ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടും ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം പ്ലേയിങ് എ കോളേജ് സ്റ്റുഡൻറ്റ്. ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട്. അത് വലിയൊരു അറിവാണ് കേട്ടോ. ഇതുവരെ കോളേജിൽ പോയിട്ടില്ല എന്നും കോളേജ് ക്യാമ്പസ് സ്റ്റോറിയിൽ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ബാക്കിലേക്ക് വെക്കാൻ ഒന്നുമില്ല, നമുക്ക് ശൂന്യമാണ്, ബിഗ് സീറോ. എന്തായാലും കുറേ സിനിമകളായി അല്ലേ? എനിക്ക് തോന്നുന്നു 40 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്. 150ഓളം അല്ലേ? മലയാളം, തമിഴ്, തെലുങ്ക്, എല്ലാ ലാംഗ്വേജ്. ഇനി ഏതെങ്കിലും ലാംഗ്വേജ് ഉണ്ടോ? ഉണ്ടല്ലോ, കുറേ. ഹിന്ദിയൊക്കെ ഉണ്ടല്ലോ. ഹിന്ദിയും ചെയ്തു, പക്ഷേ നോട്ട് ഫുൾ ഫ്ലെജ്ഡ്ലി. മലയാളത്തിലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ക്യാരക്ടർ ചെയ്ത് തന്നിരിക്കുന്നില്ലേ? ഇപ്പം നമുക്ക് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നു, ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നു, സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിച്ചു, എല്ലാവരുമായിട്ട് അഭിനയിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ആരെങ്കിലും ആയിട്ട് അഭിനയിക്കാൻ ബാക്കി നിൽക്കുന്നുണ്ടോ? ഇനി അഭിനയിക്കാൻ ആഗ്രഹമുള്ള എത്ര ആൾക്കാരുണ്ട്? ഇനി ആഗ്രഹം ആരാണ്? ദുൽഖർ, നിവിൻ പോളി, ടൊവിനോ തോമസ്, കുറേ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും വേണം. എല്ലാ സിനിമയിലും വേണം, ആക്റ്റീവായിട്ട് വേണമല്ലോ നമുക്ക് സിനിമയിൽ. അപ്പൊ ഇനിയുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ. നല്ല നല്ല സബ്ജക്റ്റ് വരട്ടെ, ഇവരുമായിട്ട് കോമ്പിനേഷൻ ചെയ്യാനുള്ള സബ്ജക്റ്റ്. ഈ ദൃശ്യം 2 കഴിഞ്ഞിട്ട് വീണ്ടും ലാലേട്ടനോട് റോ ഡാഡി അല്ലേ? അതാണ് ലാസ്റ്റ് ലാലേട്ടനോട് ചെയ്തത്. ലാലേട്ടനുമായിട്ടുള്ള ഒരു യാത്ര ഉണ്ടല്ലോ, മാമിന്റെ ഒരു യാത്ര, വലിയൊരു യാത്രയാണ് അല്ലേ? വർഷങ്ങളായി നീണ്ടിരിക്കുന്ന യാത്ര. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ. നമ്മൾ ഫ്രണ്ട്സ് ആയ ശേഷം, കുറേ കാലങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്താലും അവർ ഫ്രണ്ട്സാണ്. ദാറ്റ് കാച്ചിങ് അപ്പ് ഇസ് ലൈക്ക് ഈവൻ മോർ ബ്യൂട്ടിഫുൾ. So, and Laletan, from day one we've been like, we've been friends and we had a very good rapport. And I was very close to his family. Even Varnapagatu ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഫാമിലി ഒക്കെ സിംഗപ്പൂർ വന്നിരുന്നു. So from then we've been like friends, all of us, and it's a nice friendship which has grown stronger over the years. തീർച്ചയായിട്ടും. മമ്മൂക്കയും ലാലേട്ടനും വലിയൊരു വ്യത്യാസമുണ്ട് അല്ലേ? Actually, they only talk about Lal sir. ഞാൻ വരുമ്പോൾ എല്ലാവരും ലാലേട്ടനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ട്. ബട്ട് I actually have a very good rapport with Mamuka also.
Actually, not many people know this, but I'm good friends with Mamuka also. ഞാൻ അവരോടൊപ്പം കുറേ സിനിമ ചെയ്തിട്ടുണ്ട്, and till today we always have that mutual respect and friendship. ഈ മമ്മൂക്കായിട്ട് ലാസ്റ്റ് ചെയ്ത് ഷൈലോക്ക് അല്ലേ? ഷൈലോക്കാണ് ലാസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. തുടക്കം നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയിലാണ് വരുന്നത്, തമിഴ് സിനിമ, ബാലതാരമായിട്ട് ശിവാജി ഗണേഷ് സാർ. നെഞ്ചങ്ങൾ. അതെ. ആ സിനിമയിലേക്ക് വന്ന ഒരു ചരിത്രം ഞാൻ കേട്ടിരിക്കുന്നത് ഒരു ബോയ് ആയിട്ട് വേണ്ടത് ഒരു ഗേളായിട്ട് അതിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഞാൻ അറിയുന്നത്. അല്ല, അങ്ങനെയല്ല അതിന്റെ ചരിത്രം. അതെങ്ങനെയായിരുന്നു ആ സംഭവം? അവർ ആക്ച്വലി ഇറ്റ് വാസ് എ ബോയ് ക്യാരക്ടറാണ്. എന്നെ ഒരു ഫംഗ്ഷനിൽ കണ്ടിട്ട് തിരിച്ച് വിളിച്ചു. അവരുടെ ശിവാജി സാറിൻ്റെ വീട്ടിലേക്ക് പോയി. അവരൊക്കെ ഡിസ്കഷനാണ്, ഇത് ക്രോപ്പ് ചെയ്തേക്കാം, നമുക്ക് ഇത് മെഷർമെൻറ്റ്സ് എടുത്തേക്കോ, അങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ഷോർട്ട്സ് ഇടാം, നമുക്ക് പാൻറ് ഇടാം, എന്തൊക്കെയോ ദേ വർ ഹാവിങ് സം ഡിസ്കഷൻസ്. പിന്നെ അമ്മ പറഞ്ഞു, അയ്യോ എനിക്കപ്പോൾ നല്ല ലെന്തി ലോങ് ഹെയർ ആണ്. സോ അമ്മ പറഞ്ഞു, അയ്യോ ഹെയറൊക്കെ നമ്മൾക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, ഞാൻ അവരോട് ചോദിക്കണം, അച്ഛനോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശിവാജി സാറാണ് പറഞ്ഞത്, മേജർ മേക്ക് ഇറ്റ് ഗേൾ. അങ്ങനെ അത് ഉൾട്ടായിപ്പോയി, സൺ ക്യാരക്ടർ ഡോട്ടർ ക്യാരക്ടർ ആയിപ്പോയി. സോ അങ്ങനെയാ എൻ്റെ സബ്ജക്റ്റിൽ തന്നെ ഒരു ചേഞ്ച് ആയി. അതെ, അവിടെ നിന്നാണ് തുടക്കം. അവിടെ നിന്നുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് 150 മുകളിലേക്ക് ഒരു സിനിമ അല്ലേ? എന്നും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് ചോദിച്ചാൽ എല്ലാ സിനിമയും അഭിനയിച്ച എല്ലാം നമ്മുടെ സിനിമയാണല്ലേ? എങ്കിലും പറയുവാണെങ്കിൽ ഏത് സിനിമ പറയും? ഓ, ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. ഐ വുഡ് സേ തമിഴിൽ എൻ രാസാവിൻ മനസ്സിലെ, മുത്തു, അയ്യോ അങ്ങനെ കുറേ സിനിമകളുണ്ട്. മലയാളത്തിലാണെങ്കിൽ സാന്ത്വനം, പിന്നെ ദൃശ്യം, എല്ലാം ഓരോരുത്തരും ഓരോരോ സിനിമയ്ക്ക് എവറിത്തിങ് ഹസ് ഗോട്ട് എ ഹിസ്റ്ററി. സോ ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫിക്കൽട്ട് ടു ജസ്റ്റ് ചൂസ് 1 or 2. തെലുങ്കിലാണെങ്കിൽ സീതാരാമയ്യ గారి మనవరాలు, ചണ്ടി, ദൃശ്യം again in Telugu also. Yeah. ദൃശ്യം 3 വേണ്ടേ? വേണല്ലേ? എനിക്കും വേണം, ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അറിയില്ല, അവര് ആലോചിക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ നല്ലൊരു ആലോചനയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വരട്ടെ, നല്ല ആലോചന വരട്ടെ. ലാലേട്ടനോട് ചോദിച്ചപ്പോൾ ലാലേട്ടനും പറഞ്ഞു എനിക്കും വേണമെന്നാണ് പറയുന്നത്. അതെ, എനിക്കും വേണം. എല്ലാവർക്കും ദൃശ്യം 3 വേണം. ദൃശ്യം ഒരു സിനിമയായിരുന്നു അല്ലേ? നമ്മൾ ആ സമയത്ത് കോവിഡ് സമയത്താണെങ്കിലും ആ സിനിമ എവിടെയുള്ള മലയാളികളും ഏറ്റെടുത്തൊരു സിനിമ അല്ലേ? അത്രയും നമ്മൾ വൈഡായിട്ട് റിലീസ് ചെയ്തത് അന്നാണ് OTTയുടെ ഒരു വലിപ്പം നമ്മൾ അറിയുന്നത് അല്ലേ? ഇപ്പോൾ OTTയിൽ സിനിമകൾ വരുന്നുണ്ടെങ്കിൽ ആ ദൃശ്യം വന്ന സമയത്ത് OTTയിൽ റിലീസ് ചെയ്തപ്പോൾ ഞാൻ മീനാമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ തിയേറ്ററിൽ വരണമെന്നായിരുന്നു ആഗ്രഹം, എന്ത് ചെയ്യാനെന്ന് എന്നോട് ചോദിച്ചത്. അത് ആ ഒരു ദുഃഖം ശരിക്കും ഉണ്ടായിരുന്നു അല്ലേ? അതെ, പിന്നെ നല്ല സബ്ജക്റ്റും, പിന്നെ തിയേറ്റർ റിലീസ്, പിന്നെ തിയേറ്റർ ഫാൻസിൻ്റെ ആഘോഷം, അതൊക്കെ അതൊരു ത്രില്ലല്ലേ? സോ അത് ഇല്ലാതപ്പോൾ, ബിക്കോസ് നമുക്കറിയാം ഇത് നല്ലൊരു സിനിമയായിരുന്നു, നല്ല ഒരു സബ്ജക്റ്റ് ആയിരുന്നു, നന്നായിട്ട് വന്നു സിനിമയും. സോ അത് ഓഡിയൻസോടൊപ്പം ചേർന്ന് കാണുന്നത് അതൊരു സെപ്പറേറ്റ് ത്രില്ലാണത്. സോ അത് കൂടാതെ പോയി. സോ ദാറ്റ് വാസ് ലിറ്റിൽ എന്താ പറയുക, ദാറ്റ് വാസ് എ ലിറ്റിൽ ഡ്രോബാക്ക് ഓർ സെറ്റ് ബാക്ക് എന്ന് പറയാം. ബട്ട് സ്റ്റിൽ സത്യം പറയണമെങ്കിൽ കോവിഡ് സമയത്ത് സൂപ്പർ ഹിറ്റ് കൊടുത്ത ഒരു സിനിമയാണ്. അതെ, സിനിമയാണ്, ഹീറോയിനാണ്. അത് ശരിക്കും അഭിമാനിക്കാം നമുക്ക്, നമ്മൾ തന്നെയാണ് ഹീറോ. ഈ പറയുന്ന പോലെ ഒത്തിരി സിനിമകൾ വന്നു പോകുന്നുണ്ട് അല്ലേ മാഡം? ഒത്തിരി സിനിമകൾ വന്നുകൊണ്ട് മലയാള സിനിമകൾ കാണാനുള്ള ടൈം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അയ്യോ, സിനിമ ഇപ്പോൾ കാണുന്നത് വളരെ കുറവായി പോയി. ബിക്കോസ് സോ മെനി അതർ തിങ്സ്, ടു മെനി റെസ്പോൺസിബിലിറ്റീസ്. സോ സിനിമ കാണുന്നത് കുറച്ച് കുറഞ്ഞു. അപ്പം അപ്ഡേഷൻ കുറയുന്നുണ്ടോ? അപ്ഡേഷൻ കുറച്ച് കുറയുന്നുണ്ട്. അതെ, അത് അഭിനയിക്കാൻ അപ്പെല്ലാം വളരെ ഫിംഗർ ടിപ്സിലുണ്ടാവും എല്ലാം. ഇപ്പം അത്ര ഇല്ല. അല്ല, മീന മേഡത്തിനൊന്നും അഭിനയിക്കാൻ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നാൽ ഏത് സീനും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രഷർ അത് കണ്ടിരിക്കുന്ന, ഇങ്ങനെ സിനിമ കാണണമെന്നൊന്നുമില്ല, ഇങ്ങനെ ഒരു അപ്ഡേഷൻ ന്യൂ ജനറേഷൻ വരുമ്പോൾ അവരൊരു അഭിനയ മികവ് കാണണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പം മോളാണെങ്കിൽ അഭിനയിക്കുന്നു, മോള് സൂപ്പറായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആക്ടറുടെ കൂടെ അഭിനയിക്കുന്നു, വിജയുടെ കൂടെ ഒക്കെ അഭിനയിക്കുന്നു. ഇനി മലയാളത്തിലേക്കുള്ള ഒരു അറിയില്ല, ഇപ്പം അവർ സോ കോൺസെൻട്രേറ്റിംഗ് ഓൺ സ്റ്റഡീസ്. അവരുടെ സ്കൂൾ ലൈഫ് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവരുടെ
ഫ്രണ്ട്സ് സർക്കിൾ, അവരുടെ സ്കൂൾ പരിപാടികൾ എല്ലാം. ഷീ ഈസ് വെരി ബിസി വിത്ത് ഹർ സ്കൂൾ. അറിയില്ല ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ ഉണ്ടാവും, ഏത് പ്രൊഫഷൻ അവർ ചൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. മോളുടെ സ്വാതന്ത്ര്യം മോൾക്ക് വിട്ടു. അതെ അതെ അതെ, നമ്മൾ ഇടപെടുന്നൊന്നുമില്ല, ഒന്നുമില്ല. അവരുടെ ഇഷ്ടത്തിന്. അതാണ്, അങ്ങനെ ആകുമ്പോഴാണ് ഒരു നല്ലൊരു അമ്മയാവുന്നത് എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. താങ്ക് യു. അങ്ങനെ ഞാനും പഠിച്ചത്. ദാറ്റ് ഈസ് വൈ ഐ എം ഫോളോയിങ് ദാറ്റ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ കുറേ ഡയറക്ടർമാരല്ലേ, മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഡയറക്ടർമാർ. നമുക്ക് ഓരോ ഡയറക്ടർമാരിലും പല പല സ്വഭാവമായിരിക്കും, പല പല നമുക്കൊരു നോട്ടത്തിലാണെങ്കിൽ വ്യത്യാസം ഉണ്ടാകും. നമുക്കൊരു സിനിമ അഭിനയിച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന ഒരു ഡയറക്ടറിനെ ഉപയോഗിച്ച് നമ്മൾ ചെയ്തത് തൃപ്തിയാണ്, അവർക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത് ഒരു ഡയറക്ടറിന്റെ മുഖത്ത് നോക്കി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മാഡത്തിന്? ഓ യെസ്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഒന്ന് തൃപ്തിയായി നമ്മൾ കാണുന്നത്? എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെയാണ്. ബിക്കോസ് ചിലപ്പോൾ ഈവൻ മൈ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ഓൾസോ ഹാപ്പൻസ്. അവർ ഓക്കെ പറയും, പക്ഷെ ഞാൻ ഒരു വൺ മോർ ചോദിച്ച് വാങ്ങും. ഞാൻ ലെറ്റ് മീ ജസ്റ്റ് ട്രൈ വൺ മോർ, എനിക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടി എനിക്ക് വൺ മോർ വേണം എന്ന് പറഞ്ഞ് കേട്ട് ചെയ്യും ഞാൻ ചിലപ്പോൾ. ബട്ട് ഡിറക്ടേഴ്സ് യാ വി ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് ഔട്ട്. അത് നന്നായിട്ടുണ്ട്, വന്നിട്ടുണ്ട്, അവർക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷനാണ്. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് ഔട്ട്, ഫൈൻഡ് ഔട്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി എത്ര നാൾ ഒരു സിനിമയിൽ നിന്നും അടുത്ത ലൊക്കേഷനിലേക്ക്, അല്ലേ, ഒരു ക്യാരക്ടറിൽ നിന്നും അടുത്ത ക്യാരക്ടറിലേക്കുള്ള ഒരു യാത്രയാണ് അല്ലേ? പല അതെങ്ങനെയാണ് നമ്മൾ മെയിൻ ചെയ്യുന്നത്? നമ്മൾ ആ സ്റ്റഡി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇന്ന് ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കില്ല നാളെ, ദൃശ്യം 2 ആയിരിക്കില്ല ദൃശ്യം 1. അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ് നമ്മൾ അത് ഇപ്പല്ലല്ലോ, നമ്മൾ എപ്പോൾ മുതൽ അത് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ്സ് ബിക്കം എ ഹാബിറ്റ്, ഇറ്റ്സ് ബിക്കം വൺ, ഇറ്റ്സ് ലൈക്ക് എവറിഡേ ലൈഫ്. ഇറ്റ്സ് ലൈക്ക് രാവിലെ എഴുന്ന് റെഡിയായി കഴിക്കുന്നത് പോലെ. ഇറ്റ്സ് ബിക്കം ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് ബിക്കം ലൈക്ക് എവറിഡേ സ്പീഡാണ്, നമ്മൾ സ്പീഡായി പോയി. അതെ, സ്പീഡായി പോയി, അതിനൊരു മാറ്റവും ഇല്ലാതെ പോകുന്നുണ്ട്. ഈ സബ്ജക്റ്റ് എങ്ങനെയാണ് തരുന്നത്? നമ്മൾ സ്റ്റോറി എങ്ങനെയാണ് നമ്മൾ നോക്കി? എനിക്ക് തോന്നുന്നു ഓരോ വർഷത്തിലൊരു സിനിമയൊക്കെയാണ്, ചില വർഷങ്ങളിൽ ഗ്യാപ്പ് വരാറുണ്ട്. അയ്യോ അത് പറഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഞാൻ കുറേ സബ്ജക്ട്സ് കേട്ടു ഈ അടുത്ത സമയത്ത്. കുറേ സബ്ജക്ട്സ് കേട്ടു, ബട്ട് ഐ വാസൻ ടു കൺവിൻസ്ഡ് ഓർ ടു എക്സൈറ്റഡ് അബൌട്ട് ദ ക്യാരക്ടർ. അങ്ങനെ കുറേ സിനിമ ഞാൻ വേണ്ടാന്ന് വെച്ചു. അത് ആദ്യം മുതൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഓൺലി ദ സ്റ്റോറി ആസ് വെൽ ആസ് ദ ക്യാരക്ടർ. എങ്ങനെ, വാട്ട് ഈസ് ദ സ്ക്രീൻ പ്ലേ, വാട്ട് ഈസ് മൈ ക്യാരക്ടർ, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. സോ അതാണ് ഫോളോ ചെയ്യുന്നുണ്ട്. മാഡം വേണ്ട എന്ന് വെച്ച റിജക്ട് ചെയ്ത സിനിമകൾ പിന്നീട് ആ സിനിമകൾ വേറൊരു ആക്ടർ അഭിനയിക്കുന്നു, അത് ഹിറ്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാഡത്തിന് അത് വേണ്ടായിരുന്നു വെച്ചത് തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആയിട്ടില്ല. പക്ഷേ എന്നെ കേട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഡേറ്റ്സ് ഇല്ലാതെ വിട്ടുപോയ പല സിനിമ വേറെ ആൾക്കാർ ചെയ്തിട്ട് അത് വളരെ വലിയ ഹിറ്റായ ഇതുണ്ട്. അങ്ങനെ ഉണ്ട്. നമ്മുടെ ഡേറ്റ് ക്ലാഷ് ആയതാണ്. ഡേറ്റ്സ് ക്ലാഷ്, അത് പിന്നീട് വലിയ വിഷമത്തിലേക്ക് അല്ലേ? അയ്യോ, അതൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് എല്ലായിടത്തും ഉണ്ടാവാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഹിറ്റ് അടിച്ച സിനിമ ഏതാണ്? അയ്യോ കുറേ ഉണ്ട്. എന്ത് പറയാ, നിന്നെ പെള്ളാടുത്ത ഇൻ തെലുഗു വിത്ത് നാഗാർജുന, പിന്നെ അന്നമയ്യ വിത്ത് നാഗാർജുന അഗൈൻ, പടയപ്പ വിത്ത് രജനി സർ, ദേവർ മഹൻ വിത്ത് കമൽ സർ, Hari Krishnans with Lal sir and Mamuka. Ayyo, I wanted to do that so much. അവരുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ, അയ്യോ I felt so bad not doing that movie. അത് നഷ്ടമായത് വലിയൊരു നഷ്ടമാണ് അല്ലേ? അത് വേറെ സിനിമ, കുറേ സിനിമകളുണ്ട്. അത് രണ്ടുപേരോടൊപ്പമായിരുന്നു. ഒറ്റ ഹീറോയിൻ പോയത് പോയി, ഇനി നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. ഇനി വേറെ തിരിച്ചു പിടിക്കുക, വേറെ ചെയ്യാം നമുക്ക്. ഹരികൃഷ്ണൻസ് 2 തീർച്ചയായിട്ടും ഹരികൃഷ്ണൻ 2 അഭിനയിക്കാൻ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പ്രീക്വൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് അല്ലേ, നമുക്ക് അത് ഫോളോ ചെയ്യാം. ഓക്കെയാണ്, അത് ഫോളോ ചെയ്യാം. ഈ എല്ലാ സിനിമകളും ഇപ്പം പല രീതിക്കാണ് സിനിമകൾ വരുന്നത് അല്ലേ? ഒരു ഫാമിലി സബ്ജക്റ്റ് സിനിമകളാണ് തിയേറ്ററിൽ ഒരു കാലത്തുണ്ടായിരുന്നത് അല്ലേ? മാഡം ഒക്കെ വരുന്നത് ഫാമിലി സബ്ജക്റ്റ്, ഇപ്പോൾ അത് മാറി വേറെ സബ്ജക്റ്റിലേക്ക് മാറി. ഏത് സബ്ജക്റ്റിലേക്കാണ് മാമിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. സി, ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് എല്ലാം ചെയ്യണം, എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്യണം എന്ന ആഗ്രഹം ആദ്യം മുതലുണ്ട് എനിക്ക്. സോ അതുകൊണ്ട് എനിക്ക് ഐ വിൽ നോട്ട് സേ എനിക്ക് ഇതാണ് ഇഷ്ടം, എനിക്ക് ഇതാണ് ചെയ്യണം, അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് ഐ എൻജോയ് ഡൂയിങ് കോമഡി. ഐ ലവ് സ്മൈൽസ് ആൻഡ് ലാഫ്സ് ആൻഡ് ജോക്സ് ആൻഡ് ദറ്റ് ലൈറ്റർ മൊമെൻറ്റ്സ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്.
ഹാപ്പിനെസ്, അത് വളരെ ഇഷ്ടം എനിക്ക്. സോ ഐ ലൈക്ക് കോമഡി സബ്ജക്ട്സ് ആൻഡ് അതുപോലത്തെ ഒരു യുനോ ഹ്യൂമർ സബ്ജക്ട്സ്, ഹ്യൂമർ ക്യാരക്ടേഴ്സ്, സീൻസ്, സീക്വൻസസ് അങ്ങനെ വളരെ ഇഷ്ടമാണ്. ബട്ട് ഐ വോണ്ട് ടു ട്രൈ എവറിത്തിങ് എൽസ്. അത് മാത്രമല്ലാതെ എല്ലാം ചെയ്യണം എന്നങ്ങനെ അത് ഒരു ആഗ്രഹം. ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും? ഐ വോണ്ട് ടു ഡു മോർ സ്ട്രോങ് ക്യാരക്ടേഴ്സ്, ഇൻസ്പിറേഷണൽ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ഉണ്ട് ഇപ്പോൾ. അത്തരം ക്യാരക്ടറിലേക്കാണ് ഇനി ഒരു താല്പര്യമുള്ളത്. അതെ അതെ, എന്തായാലും അങ്ങനെ കിട്ടിയാൽ നന്നായിട്ടുണ്ടാവും. അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ലാംഗ്വേജ് ആയാലും ഒരു കുഴപ്പമില്ല. ലാംഗ്വേജിൽ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഇറ്റ് ഡസ് ഹാവ് ഇറ്റ്സ് ഓൺ എന്താ പറയുക പോസിറ്റിവിറ്റി ഉണ്ട്. സ്ട്രോങ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ലൈക്ക് ടു ഡൂ ദെം മോർ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടേ ഇല്ല, ഇത് ആദ്യമായിട്ട് ചെയ്ത് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ കുറേ അങ്ങനെ നല്ല ഒരു സ്ട്രോങ് ക്യാരക്ടേഴ്സ് കുറേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ലൈക്ക് ദറ്റ്. ഐ ലൈക്ക് ഡൂയിങ് ദറ്റ് സ്ട്രോങ് ക്യാരക്ടേഴ്സ്. ഇറ്റ് മേക്സ് മീ ഫീൽ ഗുഡ്. തീർച്ചയാണ്. ഈ ദൃശ്യം പോലത്തെ ഒരു സിനിമ അല്ലേ, എല്ലാ എല്ലാ ഫാമിലിക്കും ഇഷ്ടപ്പെടുന്ന സിനിമ. ആ സബ്ജക്റ്റ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ മാമിന് ആ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഒരു ഇൻട്രസ്റ്റ്? എങ്ങനെയായിരുന്നു? നമുക്കൊക്കെ ഭയങ്കര ഫീൽ ചെയ്യുന്ന കുറേ സീനുകളുണ്ടല്ലേ, കുറേ സീനുകളുണ്ട്. അത് നമ്മൾ വീണ്ടും നമ്മളൊന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കും, വീണ്ടും നമുക്ക് കാണണമെന്ന് ആഗ്രഹമാണ്. അത് ചെയ്യുമ്പോൾ എന്തായിരുന്നു മാമിൻ്റെ മനസ്സിൽ? അത് മാത്രമല്ല, ഏത് സിനിമ ചെയ്യുമ്പോഴും അത് ആ സീനുണ്ട്, എന്താ പറയുക, അത് സീൻ എങ്ങനെ, അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഒത്തൻറ്റിസിറ്റി എങ്ങനെ വേണം, എത്ര സീരിയസ് ആയിട്ട് അത് ചെയ്യണം അല്ലെങ്കിൽ എത്ര ലൈറ്റായിട്ട് അത് ചെയ്താൽ മതി. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാരക്ടർ ആൻഡ് ദ സ്ക്രീൻ പ്ലേ. ദൃശ്യം മാത്രമല്ല, അത് ഏത് സിനിമ ആയാലും സീക്വൻസിന് ആ സ്ക്രീൻ പ്ലേന് അനുസരിച്ച് വി ഹാവ് ടു പെർഫോം. ഞാൻ ചോദിക്കുന്നത് തെറ്റാണോന്ന് എനിക്കറിയില്ല, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. ആരാണ് എപ്പോഴും നമ്മുടെ കൂടെ അഭിനയിച്ച പേരിൽ ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിരിക്കുന്നത്? ഓ അങ്ങനെ അയ്യോ, ഇറ്റ്സ് എവ്രിബഡി ഈസ് വെരി ഫ്രണ്ട്ലി ആക്ച്വലി. എല്ലാവരും ഫ്രണ്ട്സാണ്. ഐ കാൻ സേ 1 or 2 people. കഷ്ടം. Because I have a good rapport with everyone, almost everyone. I don't even remember, I don't feel good working with this person എന്ന് പറയാൻ ഒരാൾക്കാരും ഇല്ല. I'm a very friendly person and I am good with everyone. I'm friends with everyone. എല്ലാവരും ഒരുപോലെ തന്നെ? എല്ലാവരും. 5 പേരിലുള്ള 5 സൈസാണ്. Yeah, see, I am friends with everyone and everybody is friends with me, but it depends on how deep the friendship is. Yes. See, that is the difference. But we are all friends. Basically, we are all friends. We all have a great rapport with each other. But how deep is the friendship is what matters. അത് ചില ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും വെരി ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. But yeah, അല്ല, എല്ലാവർക്കും 1-2 ആളുകൾ ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. Yeah, majority, mostly everybody. I have very good friendship rapport. തീർച്ചയാണ്, അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഈ പല സിനിമകളിൽ നിന്നും ലൊക്കേഷനിൽ നിന്നും മറ്റു ലൊക്കേഷനും ഈ കേരളത്തിൽ വരുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഏതായിരുന്നു? I don't know, I like everything. തൊടുപുഴ ഇഷ്ടമാണ്. എൻ്റെ നാടാണ്. എനിക്ക് അതിലും ഇപ്പൊ സന്തോഷമായി. എൻ്റെ നാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. തൊടുപുഴ ഇഷ്ടം, പിന്നെ കണ്ണൂർ ഇഷ്ടം, ബിക്കോസ് പിന്നെ കൊച്ചി ഓൾസോ ഇഷ്ടം, ട്രിവാൻഡ്രം ഇഷ്ടം, ബിക്കോസ് മൈ കസിൻ ലിവ്സ് ദെയർ. എല്ലാം ഫുൾ കേരള. കണ്ണൂരല്ലേ അമ്മ വീട്? അമ്മ കണ്ണൂർ. അതെ അല്ലേ, കണ്ണൂരിലൊക്കെ അങ്ങനെ പോകാറുണ്ടല്ലോ, അമ്പലം പോകാറുണ്ട്. സോ അതാ പറഞ്ഞു, ഇറ്റ്സ് ലൈക്ക് എവ്രിവെയർ സം കണക്ഷൻ ഇസ് ദേർ. എല്ലാ സ്ഥലത്തിലും ഒരു കണക്ഷൻ, എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, എവിടെയോ ഇവിടെയൊക്കെ ഉണ്ട്. അതെ. സോ ഒരു പ്ലേസ് പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും നമ്മളുണ്ട്, നമുക്കും ഇഷ്ടമുള്ള ആളുകളുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഈ മമ്മൂക്കായും ലാലേട്ടനും ഒരുമിച്ചുള്ള അഭിനയ സിനിമ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി മമ്മൂക്ക ഇപ്പൊ ചെയ്തു വരുന്ന സിനിമകൾ കാണുന്നുണ്ടല്ലോ നമ്മൾ. മമ്മൂക്ക ഇപ്പം പ്രമുഖമാണെങ്കിലും നമുക്ക് വെറൈറ്റി സിനിമകൾ ചെയ്യുന്നു. ലാലേട്ടനും അതുപോലെ വെറൈറ്റി സിനിമകൾ ചെയ്തു. ഇവരുടെ ഒരു അഭിനയം കാണുമ്പോൾ, വീണ്ടും കാണുമ്പോൾ മീന മേഡത്തിന് എന്താണ് തോന്നുന്നത്? എന്നുവെച്ചാൽ ഇവരിപ്പോഴും ഇനിയും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, അഭിനയം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? അതുപോലെ നമുക്കും ക്യാരക്ടേഴ്സ് കിട്ടണം എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ വെറൈറ്റി അതാ പറഞ്ഞത്. സി, ആസ് എൻ ആർട്ടിസ്റ്റ് ഐ വോണ്ട് ടു ഡു എവ്രിതിങ്.
എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കുന്ന പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ അതിന് ഇതുപോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് കിട്ടണം. സോ ഇവരെ കാണുമ്പോൾ ഇതുപോലത്തെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഡിഫറെൻറ്റ് ജോണേഴ്സിൽ നമ്മൾക്കും നല്ല ഒരു സിനിമ കിട്ടണം, ക്യാരക്ടേഴ്സ് കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്. ഒരു അഭിനയം തന്നെയാണ് നമ്മുടെ ജീവിതം അല്ലേ? അതെ. നമ്മൾ ജീവിച്ചു തീരുന്നത് വരെ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമില്ല. മമ്മൂക്ക പറയുന്നില്ല എനിക്കൊരു അഭിനയം ഭ്രാന്താണെന്നാണ് മമ്മൂക്ക പറയുന്നത്. ലാലേട്ടൻ ഞാനിപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പുതിയ പുതിയ ക്യാരക്ടർ വരുമ്പോഴാണ് ഞാൻ വീണ്ടും അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞല്ല. മാഡത്തിന് ഇനിയും അഭിനയം തന്നെയാണ് പാഷൻ, വേറെ ഒന്നിലേക്കും ഇല്ലല്ലോ. അതെ. തമിഴ്നാടൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നുണ്ടോ? അയ്യോ, സാധാരണ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതെന്റെ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം. ഫ്രം മൂവീസ് ടു പോളിറ്റിക്സ്, ഒരു ചേഞ്ച് ഫ്രം ദിസ് ജോണർ ടു ദാറ്റ് ജോണർ. അല്ല അങ്ങനെയാണല്ലോ, ചെന്നൈയൊക്കെ അങ്ങനെയാണല്ലോ. ആഗ്രഹമില്ല, തീർത്തു പറഞ്ഞു. ആരെങ്കിലും സമീപിച്ചിരുന്നു? ഇല്ല, ഇപ്പോ ആരും. നേരത്തെ കുറേ വന്നു, ബട്ട് നോ, നോട്ട് റിയലി. ഇപ്പോഴും ഇലക്ഷൻ സമയമാണ്. സോ വാട്ട്? അല്ല ഞാനെന്തോ അറിഞ്ഞു ചോദിക്കുന്ന പോലെ ആയല്ലേ? ഇല്ല, എനിക്ക് ആക്ച്വലി അത് ഒരു ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് പോളിറ്റിക്സ്. തീർച്ചയായിട്ടും അത് നമുക്ക് സിനിമയാണ്. അതെ, സിനിമ. നമ്മുടെ പൊളിറ്റിക്സ് സിനിമയാണ് അല്ലേ? യെസ്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ കാണാറുണ്ടല്ലോ അല്ലേ? കുറച്ച്. സോഷ്യൽ മീഡിയ ഭയമാണോ അതോ ഇഷ്ടമാണോ? രണ്ടും ഇല്ല. നമിച്ചു. No, seriously, ഭയമില്ല, വളരെ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ ഡിഫറെൻറ്റ്, എന്താ പറയുക, ഇറ്റ്സ് വെരി ട്രെൻഡിങ് ആൻഡ് ഇറ്റ്സ് എ ചേഞ്ച് വി കനോട്ട് അവോയ്ഡ്. സോ ആ ചേഞ്ചിന് വേണ്ടി നമ്മളും കുറച്ച് ചേഞ്ച് ആയിട്ട് ഇവോൾവ് ആയിട്ട് അങ്ങനെ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുക. അല്ല, ഈ സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പരിധിവരെ നല്ലതാവുമ്പോൾ അതിൻ്റെ ഒരു 10% നല്ലതാണെങ്കിൽ 80% എല്ലാത്തിലും ഒരു അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട് എല്ലാത്തിനും. സോ സോഷ്യൽ മീഡിയ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം കമ്പ്യൂട്ടർ വന്ന കാലത്തിലും അങ്ങനെയേ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്റർനെറ്റ് വന്ന സമയത്തിലും അങ്ങനെ. സോ എല്ലാത്തിനും പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്, അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഏതാ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഏതാ ഫോളോ ചെയ്യുന്നത്, ദാറ്റ്സ് ഓൾ മാറ്റേഴ്സ്. നമ്മൾ ചിലപ്പം സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വിഷമമുള്ള വാർത്തകളായിരിക്കും വരിക, അല്ലെങ്കിൽ നമുക്ക് സന്തോഷമുള്ള വാർത്തകൾ. ഇതൊന്നും വേണ്ട, തള്ളിക്കളയോ, അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഇഫ് ഇറ്റ് ഗിവ്സ് യു ഹാപ്പിനെസ്, അത് നമുക്ക് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അത് എന്താ പറയുക, യു ക്യാൻ സീ ദാറ്റ് ഓർ but if it is like really bothering you or if it is hurting you, then no point in chumma going through that. Why? എന്നെ കുറിച്ച് എഴുതുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ ആളുകളുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഫാമിലി ഉണ്ടെന്ന് ചിന്തിക്കാൻ അവർക്കൊരു കഴിവ് വേണം, എന്നിട്ട് വേണം എഴുതാൻ. മേഡത്തിനെ കുറിച്ച് എഴുതുമ്പോൾ അങ്ങനെ ചിന്തിക്കും, എൻ്റെ പിന്നിൽ കുറേ ആളുകളുണ്ടെന്ന് നോക്കി വേണം എഴുതാൻ. അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അവരുടെ അടുത്ത്. തീർച്ചയായിട്ടും ഈ യാത്രയിൽ ഉടനീളം പോകുമ്പോൾ എന്തെങ്കിലും എനിക്ക് വേണം, എനിക്കിഷ്ടമുള്ള ഒരാളെ വിളിക്കണമെന്ന് ആദ്യം ആരെ വിളിക്കുക, ഫോൺ ചെയ്യുക? അമ്മ. അമ്മയോടത്ര ഇഷ്ടം മറ്റാരോടുമില്ല? ഇല്ല. ഇപ്പോ എന്റെ മോള്. അമ്മയാണ് നമ്മൾ ആദ്യം വിളിക്കുക. ഡെയിലി അപ്ഡേഷൻ ഉണ്ടാവും അല്ലേ? ഡെഫിനറ്റ്ലി, ബിക്കോസ് ഷീ ഈസ് മോർ മെച്ചുവേർഡ്. മോൾ അത്ര മെച്ചുവേർഡ് ഇല്ലല്ലോ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് യെസ്, ഷീ ഓൾസോ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. മീനമേണത്തിന് ഒരു ഡൗൺ വരുന്ന സമയത്ത്, ഡൗൺ വരും, ഒന്ന് മോള് ഡൗൺ ആകരുത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഡൗൺ ആകരുത്, അങ്ങനെ തിരിച്ചു വിളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒരു പേര് പറയാൻ ആരുണ്ടാവും? ഐ ഡോണ്ട് നോ, മോസ്റ്റ്ലി ഇറ്റ് ഈസ് മൈ മദർ. അമ്മയാണ് അങ്ങനെ പറയുന്നത് ആദ്യം. ആദ്യം അവർക്കല്ലേ എല്ലാം അറിയുള്ളൂ. സോ ആദ്യം പറയുന്നത് അവരാണ്. Otherwise, there are set of my friends also who are also don't worry, don't care. Actually, ഇപ്പോൾ എന്താ പറഞ്ഞാൽ, ഇപ്പോൾ I have come to that matured level where I don't need anymore. എന്താ പറയുക, ഒരു ഇങ്ങനെയാണ്, ലൈഫ് ഈസ് ലൈക്ക് ദിസ്, പീപ്പിൾ ആർ ലൈക്ക് ദിസ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഇഗ്നോർ ചെയ്, അങ്ങനെ പറയാൻ എനിക്ക് ആള് വേണ്ട ഇപ്പോൾ. ഐ നോ ഇറ്റ് മൈ സെൽഫ്, നമുക്ക് തന്നെ അറിയാം. സോ ഐ ഡോണ്ട് റിയലി നീഡ് പീപ്പിൾ ടു ടെൽ മീ ദാറ്റ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? ഏറ്റവും പ്രിയം തോന്നുന്നത്?
സിനിമ. വെരി ഗുഡ്. വേണ്ട എന്ന് തോന്നുന്നത്, ഇഷ്ടമില്ലാത്തത്? നെഗറ്റിവിറ്റി, എനി കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റി. ഓ, എല്ലാത്തിലും ഉണ്ട് നെഗറ്റീവ് അല്ലേ? എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാം, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാനല്ലേ ഇഷ്ടം അല്ലേ? അടച്ചിട്ട വാതിലിൻ്റെ ഉള്ളിലിരിക്കാൻ ഇഷ്ടമല്ലല്ലോ. ഭയപ്പെടാറുണ്ടോ? ഉണ്ട്. When it comes to my family's future, something like that, yes. അപ്പോൾ പേടി വന്നു പോവും. ഉണ്ട്. അത് വരുന്നു പോകുന്നു. അതെ അല്ലേ? യാ. ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഏതായിരിക്കും? It depends on my mood. Mostly I like melody songs. പക്ഷേ ഫ്രണ്ട്സോടൊപ്പം ഉള്ളപ്പോൾ ഐ ഫീൽ ലൈക്ക് സം നൈസ് പെപ്പി സോങ്സ്, സം ഫാസ്റ്റ് നമ്പേഴ്സ്, അങ്ങനെ ഇഷ്ടം. അമ്മ പാടിക്കൊടുക്കുന്ന, മോൾക്ക് പാടിക്കൊടുക്കുന്ന പാട്ട്? അയ്യോ, അങ്ങനെ ഒന്നുമില്ല. പാടാൻ ഞാൻ പറയില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. നോ, അമ്മ ഡസന്റ് സിംഗ് ഫോർ മീ. അമ്മ അഭിനയിച്ച സിനിമ മോൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഈ പ്രായത്തിൽ കണ്ടിരിക്കുന്ന സിനിമ ഏതാണ്? അവര് ദൃശ്യം കണ്ടിട്ടുണ്ട്. ദൃശ്യം 1 and 2 കണ്ടിട്ടുണ്ട്. ബ്രോ ഡാഡി കണ്ടിട്ടുണ്ട്. മുത്തു റിലീസ് ആയപ്പോൾ കണ്ടു. പിന്നെ അത്രേ ഉള്ളൂ. നൗ ഷീ ഈസ് ഗോയിങ് ടു വാച്ച് അനന്തപുരം ഡയറീസ് നെക്സ്റ്റ് അല്ലേ? അതും കൂടെയാണ് കാണാറുള്ളത്. എന്തായാലും ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സമയക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഉച്ചയ്ക്ക് തുടങ്ങിയാന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ ഒരു ക്ഷീണമൊന്നുമില്ല. പക്ഷെ എന്നോട് പറഞ്ഞു സിനിമയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഒരു ഭാഗമാണ് ഇതും അല്ലേ? എന്നല്ല വിശ്വസിക്കുന്നത്. മാഡം ഇങ്ങനെ വന്ന് ഇപ്പം കുറേ ആയി തോന്നുന്നു. എനിക്ക് ഒരു വർഷം മുമ്പാന്ന് തോന്നുന്നു ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ട്. കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പം ഒത്തിരി സോഷ്യൽ മീഡിയയുടെ ആണ്, ഇന്റർവ്യൂസ് ഒക്കെ യൂട്യൂബ് ചാനലിലേക്കാണ്. എന്ത് കാണുന്നു? ചെന്നൈയിലൊക്കെ ഇത്രയും ഉണ്ടോ? ഉണ്ടല്ലോ, അവിടെയും ഉണ്ട്. ഓ, ഇഷ്ടം. കുറേ സോഷ്യൽ മീഡിയ വലിയ ഒരു ഇതാണ്. മുമ്പെല്ലാം ഒരു പ്രസ് മീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും, മെയിൻ പ്രിന്റ് മീഡിയ. സോ ഇപ്പോ പ്രിന്റ് മീഡിയ, സോഷ്യൽ മീഡിയ, അങ്ങനെ പല പേരും എല്ലാവരും ഒന്നിച്ചു വരും. അതെ, ഒരു വലിയ ക്രൗഡായി പോയി. വലിയ ക്രൗഡ്. പ്രസ് മീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ പല ചോദ്യങ്ങൾ വരും. ഇപ്പം ഇന്റർവ്യൂസിനാകുമ്പോൾ നമ്മൾ പറയാതെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ, പ്രസ് മീറ്റിലിരിക്കും പല ചോദ്യങ്ങളുണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്തുവാ ചെയ്യുക? ഉത്തരം അറിഞ്ഞാ പറയും, അല്ലെങ്കിൽ പറയില്ല. അത്രേ ഉള്ളൂ. അവിടെ നമുക്കിത് ഇത് പാടുള്ളൂ അല്ലെങ്കിൽ ഇത് ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പറയാലോ. ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ യു കൻ ഓൾവേസ് ടെൽ. ഇതെന്താ, ഇറ്റ് ഈസ് സോ ഇറലവൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു വാട്ട് വി ഹാവ് കം ഹിയർ ഫോർ. വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കൂ. അങ്ങനെ നമുക്ക് സിനിമയിലേക്ക് മാത്രം പോവാം. ആ രീതിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? എന്തായാലും ഈ സിനിമ ഇപ്പം ഒരു സൂപ്പർ ഹിറ്റിലേക്ക് തന്നെ പോകണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇപ്പോഴുള്ള പ്രേക്ഷകർ കൃത്യമാണ്. ഒരു സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ കുറിക്കുന്ന കാലമാണ് അല്ലേ? നല്ലതാണെങ്കിൽ നല്ലത് എന്ന് തന്നെ പറയുന്ന പ്രേക്ഷകരാണ്. പ്രഷർ ഒത്തിരി ചേഞ്ച് ആയിരിക്കുന്നു. അങ്ങനെ തോന്നുന്നത് പ്രഷർ ഒത്തിരി ചേഞ്ച് പണ്ടുള്ള കാലമല്ല ഇപ്പോൾ. അതെങ്ങനെയാണ് കാണുന്നത്? ഇറ്റ്സ് ഓൾ ദ ചേഞ്ച് വി ഹാവ് ടു എന്താ പറയുക, അഡാപ്റ്റ്. സോ നല്ല യു ടേക്ക് ഇറ്റ് ഇൻ എ നൈസ് വേ, പോസിറ്റീവ് വേ. ഇഫ് ദർ ഇസ് എനി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉള്ള അത് കാണിച്ചാൽ പിന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടൈം മേ ബി വി ക്യാൻ അവോയ്ഡ് ദറ്റ് മിസ്റ്റേക്ക്. അല്ലെങ്കിൽ അത് സംതിങ് വി ക്യാൻ, ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ടേക്ക് ഇറ്റ്. വാട്ട് എവർ ദ കോമെൻറ്റ്സ് ഓർ വാട്ട് എവർ ദ വാട്ട് എവർ ദേ സേ അബൌട്ട് ദ മൂവി, ദ പ്ലസ് ആൻഡ് മൈനസ്. മൈനസ് ഉള്ളെങ്കിൽ നമ്മൾക്ക് നെക്സ്റ്റ് ടൈം അത് അവോയ്ഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും ഹരികൃഷ്ണൻ 2 ഉണ്ടാകട്ടെ. ദൃശ്യം 3 ഉണ്ടാകട്ടെ. ഹരികൃഷ്ണൻ 2 ഉണ്ടായാൽ ലാലേട്ടനോടും മമ്മൂക്കയോടും ഒരുമിച്ച് അഭിനയിക്കാം. ദൃശ്യം 3 ഉണ്ടായാൽ ലാലേട്ടനോട് കൂടെ മാത്രം. അപ്പോൾ ഈ 2 സിനിമ ഉണ്ടാകട്ടെ. 2 സിനിമയിൽ അഭിനയിക്കാൻ ഇങ്ങനെ റെഡിയാണ്. പ്രൊഡ്യൂസർ റെഡിയാവുക, സ്ക്രിപ്റ്റ് റെഡിയാവുക. ഓക്കെ അല്ലേ? ഇത് എനിക്ക് പറഞ്ഞു തരുന്നല്ലോ. ഓക്കെ. എന്താണ് ഇത്രയും നാളും സ്നേഹിച്ച മലയാളി പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇത്ര നാളും 40 years ആയിട്ട് കുറേ സപ്പോർട്ടും എൻകറേജ്മെൻറ്റും കുറേ ലവ് ആൻഡ് അഫെക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ March 1 എൻ്റെ പുതിയ സിനിമ അനന്തപുരം ഡയറീസ് റിലീസാവുന്നുണ്ട്. എല്ലാവരും കാണും. ഉറപ്പായിട്ട് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നു. So make this a big hit and thank you for all the love and support.
തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്ററിൽ കാണുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. സിനിമ കണ്ട് നിങ്ങളുടെ കൃത്യമായ അഭിപ്രായം അറിയിക്കുക. ഇനിയും നമുക്ക് മലയാള സിനിമയിലേക്ക് വേണ്ട ഒരു കഥാപാത്രങ്ങൾ ലഭിച്ച് ഇനിയും വേണം. ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു.